പാലാ പോണാടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി കാർത്തിക മഹോത്സവം മാർച്ച് 21, 22, 23 തീയതികളിൽ നടക്കും. മാർച്ച് 21 അശ്വതി നാളിൽ രാവിലെ 8 മണിക്ക് പൊങ്കാല നടക്കും. മീനഭരണി ദിവസമായ മാർച്ച് 22 രാവിലെ 8 മണിക്ക് അടിച്ചിറക്കാവിലേക്ക് ശ്രീബലി എഴുന്നള്ളിപ്പ് നടക്കും. കാവടി, കുംഭകൂടം, ഘോഷയാത്ര, കരകനൃത്തം, പമ്പമേളം എന്നിവയുടെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളിപ്പ് ആരംഭിക്കും. താലപ്പൊലിയോടുകൂടി കാണിക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിപ്പിന് സ്വീകരണം നൽകും. 11:30 തിരുവരങ്ങിൽ വീരനാട്യം അരങ്ങേറും. മാർച്ച് 22 വൈകിട്ട് 8 മണിക്ക് ചരിത്രപ്രസിദ്ധമായ ചൂട്ടുപടയണി നടക്കും. അപൂർവം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ആചാരമാണ് ചൂട്ടുപടയണി. പുരുഷന്മാരാണ് സാധാരണയായി ചൂട്ടുപടയണിയിൽ പങ്കെടുക്കുന്നത്. തുടർന്ന് തിരുവരങ്ങിൽ നൃത്തനാടകം നടക്കും. പോണാടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി കാർത്തിക മഹോത്സവം മാർച്ച് 21, 22, 23 തീയതി നടത്തുന്നു. പ്രധാനമായിട്ട് പൊങ്കാലയാണ്. രാവിലെ 8 മണിക്ക് പൊങ്കാല നിവേദ്യമാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം നൃത്തസന്ധ്യയുണ്ട്. അത്താഴമൂട്ട്, പിന്നെ മീനഭരണി മാർച്ച് 22 തീയതി ഞായറാഴ്ച. അടിച്ചിറക്കാവിൽ നിന്ന് 9 മണിക്ക് കാവടി, കുംഭകോടം, ഘോഷയാത്രയോടുകൂടി താലപ്പൊലിയുണ്ട്. കാണിക്ക മണ്ഡപത്തിൽ നിന്ന് താലപ്പൊലിയോടുകൂടി കാവിലേക്ക് എഴുന്നള്ളത്ത്. പിന്നെ വൈകുന്നേരം ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രസാദകൂട്ടുണ്ട്. 5 മണിക്ക് ദീപക്കാഴ്ച, ദീപാരാധന, ചൂട്ടുപടയണി. അത് അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു കല ആണ് ചൂട്ടുപടയണി. പിന്നെ 12 മണിക്ക് എഴുന്നള്ളത്ത്, എതിരേപ്പ്, കളവെഴുത്തുംപാട്ട്. കാർത്തിക 29 തീയതി മാർച്ച് 23 കാർത്തികയാണ്. അന്ന് ശ്രീബലി എഴുന്നള്ളത്ത്. അന്ന് തന്നെ മീനഭരണി അന്ന് തന്നെ വൈകിട്ട് നൃത്തനാടകവും ഉണ്ട് കേട്ടോ. 9 മണിക്ക് നൃത്തകാടം ഉണ്ട്. ഇനി കാർത്തിക അവസാന ദിവസം, അതായത് മാർച്ച് 23 തിങ്കളാഴ്ച. പതിവ് പോലെ രാവിലെ 4 മണിക്ക് ക്ഷേത്രം തുറക്കുന്നു. അതിനുശേഷം നാരായണീയം, 7 മണിക്ക് ശ്രീബലി എഴുന്നള്ളത്ത്, 11 മണിക്ക് കർണൻ കഥാകഥനം. മാർച്ച് 23 കാർത്തിക ദിനത്തിൽ ശ്രീബലി എഴുന്നള്ളിപ്പ്, 11:30 തിരുവരങ്ങിൽ കഥാകഥനം, തുടർന്ന് 12 മഹാപ്രസാദമൂട്ട്, കോക്കാപ്പള്ളി ജംഗ്ഷനിലേക്ക് എഴുന്നള്ളിപ്പ്, സമൂഹപ്പറ എന്നിവ നടക്കും. താലപ്പൊലിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിപ്പ് നടക്കും. 6:30 തിരുവരങ്ങിൽ തിരുവാതിര, 7 ദീപാരാധന, കാർത്തിക ദീപക്കാഴ്ച, 9 ത്രയംബകം ഭജൻസ്, രാമപുരം അവതരിപ്പിക്കുന്ന ഭജൻസ്, തുടർന്ന് വിളക്കിന് എഴുന്നള്ളിപ്പ് എന്നിവയാണ് ഉത്സവ പരിപാടികൾ. പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ റജി പുതുപ്പേട്ട്, ബിജുമോൻ കുഴിമറ്റത്തിൽ, വിഷ്ണു എസ് നായർ കൊടക്കലിങ്കൽ എന്നിവർ പങ്കെടുത്തു.